നമസ്കാരം. മനുഷ്യൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 3 ഭാവങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമാണ് പിതൃഭാവം അഥവാ പേരൻ്റ് ഈഗോ സ്റ്റേറ്റ്. മാതാപിതാക്കളിൽ നിന്നും അവരുടെ സ്ഥാനത്ത് നാം കാണുന്നവരിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ, മൂല്യബോധം, മുൻവിധികൾ, ധാരണകൾ, ഉറച്ച അഭിപ്രായങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ പിതൃഭാവം. മാധ്യമങ്ങളും പിതൃഭാവത്തെ സ്വാധീനിക്കുന്നവയാണ്. കുഞ്ഞുങ്ങളുടെ കളികൾ കണ്ടാൽ ഇത് മനസ്സിലാകും. മണ്ണപ്പം ചുടുക, കഞ്ഞി വയ്ക്കുക, ടീച്ചറും കുട്ടിയും കളിക്കുക തുടങ്ങിയവ മുതൽ മുതിർന്നവരുടെ വികാര പ്രകടനങ്ങൾ വരെ അവരെ സ്വാധീനിക്കും. ഇതിൽ നിന്നെല്ലാമാണ് അവരുടെ വ്യക്തിത്വത്തിൽ പിതൃഭാവം രൂപപ്പെടുന്നതും. ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുന്നതിന് അവൻ്റെ ആവശ്യങ്ങൾ സാധിക്കണം. അവൻ വളരുന്നതോടെ മറ്റുള്ളവർ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നെന്ന് അവൻ നിരീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള പെരുമാറ്റ രീതികൾ വളർത്തുകയും ചെയ്യുന്നു. സ്നേഹം പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ കുട്ടികൾ അങ്ങനെ കാണിക്കുന്നതും, സ്നേഹപ്രകടനങ്ങൾ ഒട്ടുമില്ലാത്ത വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ കുട്ടിക്ക് അതിന് സാധിക്കാത്തതും പിതൃഭാവത്തിൻ്റെ സ്വാധീനം മൂലമാണ്. പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന കുടുംബമുണ്ടെങ്കിലേ കുട്ടിക്കും അതിന് സാധിക്കൂ. വീട്ടിൽ അമ്മയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കുട്ടികളെ വളർത്തുന്ന രീതിയാണ് പിന്നീട് തനിക്ക് കുട്ടികളുണ്ടാകുമ്പോഴും ആ കുട്ടിയെ വളർത്താൻ അവളെ പ്രാപ്തയാക്കുന്നത്. പിന്നീട് പക്വഭാവം വളരുമ്പോൾ മാത്രമാണ് തൻ്റെ പിതൃഭാവത്തിലുള്ള തെറ്റുകൾ തിരിച്ചറിയാനും മാറ്റാനും ഒരു വ്യക്തിക്ക് കഴിയുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പിതൃഭാവത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതും ഈ പിതൃഭാവമാണ്. പിതൃഭാവം ശക്തമായവരിൽ മുൻവിധികളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കൂടുതലായിരിക്കും. ഇതില്ലാത്ത വാത്സല്യം പ്രകടിപ്പിക്കുന്ന പിതൃഭാവമുണ്ട്. അവയെക്കുറിച്ച് അടുത്ത ഭാഗങ്ങളിൽ പറയാം.